അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാലുള്ളതായിരിക്കുന്ന വളരെ മഹത്തായതായിരിക്കുന്ന പ്രതിഫലങ്ങൾ, അതുപോലെ തന്നെ ബിസ്മിയുടെ മഹത്വം എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ ബിസ്മിയുടെ ശ്രേഷ്ഠത നാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സമയത്തും ബിസ്മി നമ്മൾ ഒഴിവാക്കുകയില്ല. എല്ലാ കാര്യങ്ങൾക്കും നാം ബിസ്മി ചൊല്ലും. അത്രമാത്രം മഹത്വമുള്ള ഒന്നാണ് ബിസ്മി എന്ന് പറയുന്നത്. ഇൻഷാ അള്ളാഹ് ആ മഹത്വങ്ങൾ ഏതൊക്കെയാണ്, പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. പൂർണ്ണമായും നാം കേൾക്കുകയും പ്രതിഫലങ്ങൾ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ ബിസ്മി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, ഔഹല്ലാഹു തആല ഇലാ മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. ഇന്നി അക്റംതു ഉമ്മത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ ബഹുമാനിച്ചിട്ടുണ്ട്. ബിസലാസത്തി അസ്മാഇൻ, 3 പേരുകളെ കൊണ്ട് ഞാൻ അവരെ ബഹുമാനിച്ചിട്ടുണ്ട്. ഖാല, അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, യാ റബ്ബി, യാ റബ്ബി, എൻ്റെ റബ്ബേ, മാഹിയ, ഏതൊക്കെയാണ് ആ പേരുകൾ? ഖാല, അപ്പോൾ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. അല്ലാഹ്, റഹ്മാൻ, റഹീം, ഈ 3 നാമങ്ങളാണ്. വകാന ഇൻദഹു റജുലുൻ അഅ്മ, അപ്പോൾ അവിടെ ഒരു അന്ധനായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഫഖാല, അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, യാ റബ്ബി, എൻ്റെ റബ്ബേ, ബിഹക്കി ആദിഹിൽ അസ്മാഇ, ഈ ഇസ്മുകളുടെ, ഈ നാമങ്ങളുടെ ഹക്ക് കൊണ്ട്, റദ്ദ അലയ്യ ബസ്വരി, എൻ്റെ കാഴ്ച എനിക്ക് തിരിച്ചു തരണേ. ഫറദ്ദല്ലാഹു അലൈഹി ബസ്വറഹു ഫിൽ ഹാൽ, ആ സമയത്ത് തന്നെ ആ മനുഷ്യൻ്റെ കാഴ്ച അല്ലാഹു തആല തിരിച്ചു കൊടുക്കുകയാണ്. ബിസ്മിയുടെ മഹത്വം എത്രമാത്രമാണ്, അതിൻ്റെ ഫളായില് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദാ ഖാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ ആയി കഴിഞ്ഞാൽ, സിനത്തുൽ അഅ്മാലി ആദിഹിൽ ഉമ്മ, നമ്മുടെ ഉമ്മത്തിൻ്റെ അമലുകളൊക്കെ ഇങ്ങനെ തൂക്കപ്പെടും. ഫതസീദു റക്അത്തുൻ അൻ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരങ്ങളിലുള്ളതായിരിക്കുന്ന റക്അത്തുകൾക്ക് അല്ലാഹു തആല അല അൽഫി മിൻ സ്വലാത്തിൻ ഗൈരിഹി, മറ്റുള്ള ജനതയുടെ നിസ്കാരത്തിനേക്കാൾ 1000 ഇരട്ടി പ്രതിഫലം എഴുതപ്പെടുകയാണ്. ഫതഅജ്ജബൂന, അപ്പോൾ ആ മറ്റുള്ള സമുദായക്കാരെല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. മിൻ ദാലിക, ഈ കാരണം കൊണ്ട്. ഫയുഖാലു ലഹും, അപ്പോൾ അവരെല്ലാവരും ചോദിക്കും, അള്ളാഹുവിനോട് അവരെല്ലാവരും ചോദിക്കും ഇതിനെക്കുറിച്ച്. കാന, അപ്പോൾ അല്ലാഹു തആല അവരോട് പറയും, കാന ഫീ സ്വലാത്തിഹിം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നിസ്കാരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഓരോ റക്അത്തിനും നിങ്ങളുടെ നിസ്കാരത്തിനേക്കാൾ 1000 ഇരട്ടി പ്രതിഫലം എഴുതപ്പെടുന്നത് എന്ന് അവിടെ നിന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ബിസ്മിയുടെ മഹത്വം എത്രമാത്രം വലുതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അബീ ഹുറൈറ തങ്ങളെ, നിങ്ങൾ വുളൂ എടുത്തു കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണേ, അത് നിങ്ങൾക്ക് കാവലാണ്. മാത്രവുമല്ല നിങ്ങൾക്ക് നന്മകൾ 10 മടങ്ങായി വുളൂ ചെയ്ത കാരണം കൊണ്ട് എഴുതപ്പെടുകയും ചെയ്യുമെന്ന് മുത്തുനബി പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ബിസ്മി ധാരാളം മഹത്വമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബിസ്മി
ചൊല്ലിക്കൊണ്ട് വുളു എടുത്ത് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞു എന്നിട്ട് ചെയ്യുന്ന നന്മകൾക്ക് കൂടുതൽ പ്രതിഫലം എഴുതപ്പെടുമെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബിസ്മി നമ്മുടെ ജീവിതത്തിൽ നാം ദായിമാക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പഠിപ്പിച്ച ഹദീസിൽ തന്നെ കാണാൻ കഴിയും, നീ നിന്റെ കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നീ പറയണേ, അത് നിന്റെ കുടുംബത്തിനേക്ക് കാവലാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം, മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കതബല്ലാഹു ബികുല്ലി അർഫിൻ 4000 ഹസന, അവൻ പറയുന്ന ഓരോ ബിസ്മിയിലുള്ളതായിരിക്കുന്ന ഓരോ ഹർഫിനിക്കും 4000 ഹസന, 40,000 നന്മകൾ അല്ലാഹു തആല അവനിക്ക് എഴുതപ്പെടും. 40,000 നന്മകൾ ഓരോ ഹർഫിനിക്കും എഴുതപ്പെടും. വമഅ അൻഹു 4000 സയ്യിഅ, 40,000 തിന്മകൾ അവനെ തൊട്ട് അല്ലാഹു തആല മായ്ച്ചു കളയും. മാത്രവുമല്ല വറഫഅ ലഹു 4000 ദറജ, 40,000 ദറജ അല്ലാഹു തആല അവനിക്ക് ഉയർച്ച നൽകുകയാണ്. എത്രമാത്രം വലിയ പ്രതിഫലമാണ് ബിസ്മി ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നാം ബിസ്മി നഷ്ടപ്പെടുത്താതിരിക്കുക. കിതാബുൽ മുജറബാത്തിൽ കാണാം, ഉറങ്ങാൻ പോകും സമയം ആരെങ്കിലും 21 തവണ ബിസ്മി ചൊല്ലിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ 21 തവണ ബിസ്മി ചൊല്ലുകയാണെങ്കിൽ ആകാശവാസികൾ സന്തോഷിക്കുകയും ശൈത്വാൻ മുഖം കുത്തി വീഴുകയും ചെയ്യും. ആ രാത്രി ഒരാപത്തും അവന് സംഭവിക്കുകയില്ല. ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ അവനിക്ക് നേരിടേണ്ടി വരികയില്ല. കള്ളന്മാർ, കൊള്ളക്കാർ പോലോത്തവരുടെ ബുദ്ധിമുട്ട്, ശല്യം അവനിക്കുണ്ടായിരിക്കുകയില്ല. ശൈത്വാൻ അവനെ ശല്യം ചെയ്യുകയില്ല. മാത്രവുമല്ല പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയില്ല എന്നും മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ ബിസ്മി ചൊല്ലുന്നതിന് ഇത്രയും വലിയ പ്രതിഫലവും മഹത്വവുമുണ്ട്. അത് നാം മനസ്സിലാക്കി ബിസ്മി ധാരാളമായി നാം ചൊല്ലുക. ബിസ്മി നമ്മുടെ ജീവിതത്തിൽ നാം നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നാം ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്, കമന്റ് ബോക്സിലൂടെ ദുആ കൊണ്ട് അറിയിച്ചവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.